നമസ്കാരം, എൻ്റെ പേര് അഹിം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സോളാർ പ്ലാന്റിന്റെ നെയിം പ്ലേറ്റിനെ കുറിച്ചിട്ടാണ്. കാരണം നമുക്കറിയാം, ഒരു സോളാർ പാനലിന്റെ നെയിം പ്ലേറ്റിന്റെ ഇമ്പോർട്ടൻസ്, സോളാർ പാനൽ എന്നല്ല, ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റ്സ് ഏതെടുത്താലും നമുക്ക് അതിന്റെ നെയിം പ്ലേറ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നെയിം പ്ലേറ്റിന്റെ ഡീറ്റെയിൽ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു സോളാർ പ്ലാന്റ് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയൂ. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് 5 കാര്യങ്ങളാൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് നെയിം പ്ലേറ്റ്, ഓരോ ഡിവൈസിന്റെ നെയിം പ്ലേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് നേരെ ഒരു സോളാർ പാനലിന്റെ നെയിം പ്ലേറ്റിലേക്ക് പോവാം. ഈ ഒരു നെയിം പ്ലേറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ആദ്യത്തെ ഒരു ഡേറ്റ തന്നിരിക്കുന്നത് എന്താണ്, മാക്സിമം പവർ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. മാക്സിമം പവർ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്, 100 വാട്ട്സ്. അതായത് ഈ പാനലിന് തരാവുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 100 വാട്ട്സ് വരെയാണ്. അതായത് നമ്മളിപ്പോൾ ഷോപ്പിൽ ചെന്നൊരു പാനൽ മേടിക്കുന്നു. പാനൽ മേടിക്കാൻ നേരത്ത് നമ്മൾ പാനലിന്റെ വാട്ട്സ് പറഞ്ഞു കൊടുക്കും, എത്ര വാട്ട്സിന്റെ പാനലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വാട്ട്സ് കണക്കാക്കുന്ന ഈ ഫസ്റ്റ് ഡേറ്റ വെച്ചാണ് മാക്സിമം പവർ എന്നുള്ള രീതിയിലാണ് ഷോപ്പുകാർ അതിന് പൈസ ഈടാക്കുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചറിന് പൈസ ഈടാക്കുന്നത്. പെർ വാട്ട്സിന് എത്രയാണെന്നുള്ളത് കൂട്ടും, എന്നിട്ട് എത്ര വാട്ട്സിന്റെ പാനലാണ്. ഇപ്പോൾ ഇവിടെ 100 വാട്ട്സ് ആണ്. അപ്പോൾ എക്സാമ്പിൾ 40 ഒരു വാട്ട്സിന്റെ റേറ്റ് ആയെങ്കിൽ 40 × 100 ആ ഒരു രീതിക്കായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇവിടെ ഒരു ഡേറ്റ എടുത്തിട്ടുണ്ട്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VOC. ഇവിടെ എത്രയാണ് കൊടുത്തത്, 21.6 വോൾട്ട്. VOC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. VOC എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അതായത് വിത്തൗട്ട് ലോഡിലുള്ള ഒരു വോൾട്ടേജ് എന്ന് പറയുന്നതാണ് VOC ആയിട്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരു ബാറ്ററി യൂണിറ്റിലേക്ക് നമ്മളൊരു ലോഡ് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വോൾട്ടേജ് കിട്ടും. ആ ഒരു വോൾട്ടേജിനെയാണ് വിത്ത് ലോഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു ലോഡ് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബാറ്ററിയിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരു വോൾട്ടേജ് ആയിരിക്കും, അല്പം കൂടി അപ്പർ ലെവലിലുള്ള ഒരു വോൾട്ടേജ് ലെവലായിരിക്കും നമുക്ക് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിത്ത് ലോഡിലുള്ളതും വിത്തൗട്ട് ലോഡിലുള്ള വോൾട്ടേജുകൾ ഇവിടെ പാനലിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു ഡേറ്റ നിൽക്കുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാനലിൽ നിന്ന് തരാവുന്ന മാക്സിമം ആംപിയർ, അതിനെയാണ് ISC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡേറ്റയാണ് മാക്സിമം പവർ വോൾട്ടേജ്. നമ്മളിവിടെ VOC പഠിച്ചു. VOC എന്താണ്, അതൊരു വിത്തൗട്ട് ലോഡിലുള്ള ഒരു വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത് VOC എന്ന് പറയുന്നത്. ഇവിടെ മാക്സിമം പവർ വോൾട്ടേജ് ആയി VPM പറയുന്നത് 17.4 വോൾട്ടാണ്. എന്താണ് VPM എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് ലോഡിലുള്ള വോൾട്ടേജ് ആണ്. നമ്മളൊരു ലോഡ് കണക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 17.4 വോൾട്ടാണ്. അതാണ് VPM ആയിട്ട് അവിടെ മീൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഡേറ്റ തന്നിരിക്കുന്നത് മാക്സിമം പവർ കറണ്ട് IMP എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തരാവുന്ന മാക്സിമം കറണ്ട്, അതായത് നമുക്ക് ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ആംപിയർ ആണ് 5.75 എന്ന് പറയുന്ന ഒരു റേറ്റിംഗ്. അതായത് ഒരു പാനലിന്റെ മാക്സിമം പവർ വാട്ട്സ് കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, മാക്സിമം പവർ വോൾട്ടേജിൻ്റെയും മാക്സിമം പവർ കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാക്സിമം പവർ അവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പാനലിന്റെ കേസിൽ നോക്കാം. ഇവിടെ മാക്സിമം പവർ വോൾട്ടേജ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 17.4. അതുപോലെ തന്നെ മാക്സിമം കറണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 15.75 ആംപിയർ. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം എത്രയാണോ വരുന്നത് അതാണ് അവിടുത്തെ മാക്സിമം പവർ എന്ന് പറയുന്നത്. അടുത്തൊരു ഡേറ്റ ഇവിടെ മാനുഫാക്ചർ കൊടുത്തേക്കുന്നത് മാക്സിമം സിസ്റ്റം വോൾട്ടേജ്. നമുക്കറിയാം, ഒരു സോളാർ പാനലിലെ സെല്ലുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസ് ആയിട്ടാണ്. എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ഒരു കോപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് സീരീസ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ട്രിപ്പിൽ കൂടെ കടത്തിവിടാവുന്ന മാക്സിമം വോൾട്ടേജ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് 1000 വോൾട്ട്. 1000 വോൾട്ടിന് മേലിലേക്ക് കടത്തിവിടാൻ പാടുള്ളതല്ല എന്നാണ് മാനുഫാക്ചർ ഇവിടെ പറയുന്നത്. എന്നാൽ സോളാർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഏക്കറോളം സ്ഥലങ്ങളിൽ പരന്നിടക്കുന്നത്, സോളാർ പാടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് വലിയ ഏരിയയിൽ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സോളാർ പാനൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം സിസ്റ്റം വോൾട്ടേജ് എത്രയാണെന്നൊക്കെ അറിയണം. അതുകൊണ്ടാണ് മാനുഫാക്ചർ ആ ഒരു ഡേറ്റ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡേറ്റയാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ mm കൊടുത്തിട്ടുണ്ട്, ഇഞ്ചിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാനലിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര പാനൽ വയ്ക്കുമ്പോൾ എത്ര ഏരിയ കൺസ്യൂം ചെയ്യുന്നുണ്ട് അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ആ ഏരിയയിൽ നമുക്ക് പാനൽ ഇൻസ്റ്റാൾ ചെയ്യാം, അത്രയും പാനൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് നിശ്ചയിക്കണമെങ്കിൽ, ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡേറ്റയൊക്കെ വേണം. പിന്നെ ഇതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. നമുക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോൾ എത്ര പാനൽ വരുന്നുണ്ടോ അത്രയും പാനലിൻ്റെ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറൊക്കെ ആയിരിക്കണം നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മാനുഫാക്ചർ ഇതിനകത്ത് വേറൊരു ഡേറ്റയും കൂടെ കൊടുത്തിരിക്കും, STC എന്ന് പറയുന്നത്. STC എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് കണ്ടീഷൻ. അതായത് ഈ മാനുഫാക്ചർ പറഞ്ഞിരിക്കുന്ന ഈ ഡേറ്റാസ് പ്രകാരം നമുക്ക് കൃത്യമായിട്ടുള്ള വോൾട്ടേജും കാര്യങ്ങളും എല്ലാം കിട്ടണമെങ്കിൽ അവർ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പ്രകാരമാണ് ഈ വോൾട്ടേജും ആംപിയറും എല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിലെന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വോൾട്ടേജ് കിട്ടത്തില്ല.
അതിന് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു ഡേറ്റയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നോർമൽ ഓപ്പറേറ്റിംഗ് സെൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ഡേറ്റയെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടെമ്പറേച്ചറിന് മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വാല്യൂസിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സോളാർ പാനലിൻ്റെ നെയിം പ്ലേറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക.